എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ ബി.എഡ് TTC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനേക്കാൾ ഉപരി നമ്മുടെ LP-UP വിജ്ഞാപനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുടെ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേറ്ററ്റ് ഏത് മാസങ്ങളിലായിട്ട് നടക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശദ വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ കലണ്ടറിലൂടെയാണ് 2026 2027, അതായത് ജൂൺ മുതൽ 2027 മെയ് വരെ അവസാനിക്കുന്ന ഒരു വിദ്യാഭ്യാസ കലണ്ടർ നമുക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഏതൊക്കെ മാസങ്ങളിൽ വിജ്ഞാപനം വരും, ഏതൊക്കെ മാസങ്ങളാണ് പരീക്ഷ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ മാസങ്ങളിലാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള വിവരം വിദ്യാഭ്യാസ കലണ്ടറിലൂടെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കേറ്ററ്റ് കാറ്റഗറി 3, കാറ്റഗറി 2, അതുപോലെ തന്നെ കാറ്റഗറി 1, കാറ്റഗറി 4 ഇവയെല്ലാം തന്നെ ഉണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഉണ്ടെങ്കിൽ കാറ്റഗറി 3 വേണം എന്നില്ല. അതുപോലെ തന്നെ കേറ്ററ്റ് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 2 വേണമെന്നില്ല എന്നിങ്ങനെയൊക്കെയുള്ള നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം പാടെ മാറി മറിയുകയാണ്. LP പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 1 ഉണ്ടായിരിക്കണം, UPക്ക് കേറ്ററ്റ് കാറ്റഗറി 2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൈസ്കൂൾ പരീക്ഷ എഴുതണമെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 3 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ലാംഗ്വേജസിന് കേറ്ററ്റ് കാറ്റഗറി 4 ഉണ്ടായിരിക്കണം. അവിടെ സെറ്റോ നെറ്റോ വന്നു മറ്റ് എന്ത് പരീക്ഷാ യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും കാര്യമില്ല എന്നുള്ളൊരു നിയമമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഉദ്യോഗാർത്ഥികളിൽ പലരും സെറ്റും കേറ്ററ്റ് കാറ്റഗറി 3യും അതുപോലെ തന്നെ നെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ LP-UP പരീക്ഷയെ സമീപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കേറ്ററ്റ് കാറ്റഗറി 1ഉം 2ഉം സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു കേറ്ററ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഓരോ ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ച് അത്രമാത്രം നിർണായകമാണ്. അതിനെ സംബന്ധിച്ച് തന്നെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ കലണ്ടറിലൂടെ ലഭിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് തന്നെ ഏതേത് മാസങ്ങളിലാണ് പരീക്ഷകൾ നടക്കുന്നത്, വിജ്ഞാപനം വരുന്നത്, ഫലപ്രഖ്യാപനം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണിത്. ആദ്യത്തെ വിജ്ഞാപനം, ഈ വർഷത്തെ ആദ്യത്തെ വിജ്ഞാപനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 2026 ഓഗസ്റ്റ് മാസമാണ് വരുന്നത്. വിജ്ഞാപനം വരുന്നത് ഓഗസ്റ്റ് 2026. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ദായിങ് എത്തിച്ചേർന്നിരിക്കുന്നു. ഓണത്തിലൊന്നും മുങ്ങിപ്പോവാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കേറ്ററ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. നമ്മുടെ ചലഞ്ചർ ആപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നമ്മുടെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു വിജ്ഞാപനത്തിനൊക്കെ കാത്തിരുന്ന് സമയം കളയാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഈസി ആയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓഗസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓഗസ്റ്റ് 2026 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും സാധാരണ പരീക്ഷ? സാധാരണഗതിയിൽ 1 മാസം 2 മാസത്തിനൊക്കെ ശേഷമാണ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് സാധാരണ പരീക്ഷ നടത്താറുള്ളത്. പക്ഷേ നമ്മുടെ വരാനിരിക്കുന്ന LP-UP പരീക്ഷയുടെ മുന്നോടിയാണെന്നുള്ള ധാരണയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓഗസ്റ്റിൽ പരീക്ഷ വിജ്ഞാപനം വന്നതിന് ശേഷം സെപ്റ്റംബർ 2026 തന്നെ സെപ്റ്റംബർ 2026 തന്നെ പരീക്ഷയും കേറ്ററ്റ് പരീക്ഷയും ഉണ്ടാകും. ഇനി അതിൻ്റെ റിസൾട്ടോ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നവംബർ 2026 തന്നെ ഓഗസ്റ്റിൽ വിജ്ഞാപനം വരുന്ന ഈ ഒരു പരീക്ഷയുടെ റിസൾട്ടും ഫലവും പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് കലണ്ടറിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരിക, എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തുക, അത്രയും പെട്ടെന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടത്തുക. എന്തിനു വേണ്ടിയായിരിക്കാം? വരാനിരിക്കുന്ന LP-UP പരീക്ഷയ്ക്ക് അത്രയും ഉദ്യോഗാർത്ഥികൾ കൂടി അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടെ നമുക്ക് വിശ്വസിക്കാം. ഇനി ഒരു പരീക്ഷയുടെ കാര്യം മാത്രമല്ല, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ, കേറ്ററ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്നാണ്? അതും ഈ വർഷം തന്നെ 2026 തന്നെ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത കാര്യം. 2026 ഡിസംബറിലാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒന്നുകൊണ്ടും രണ്ടാമത് ഇനിയും അടുത്ത് തന്നെ ഒരു പരീക്ഷ വരാനുണ്ട് എന്ന് കരുതി ദയവായി ആരും അത് വിചാരിച്ചിരിക്കരുത്. നമുക്കിനി ഓരോ സമയം കഴിയുമ്പോഴും എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക, നമ്മുടെ സാഹചര്യവും എങ്ങനെയാണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പോലും നമുക്കറിയില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെയും കുറച്ച് സമയം ഉണ്ടായിരിക്കുമല്ലോ, ആ സമയത്ത് പഠിക്കാം എന്നൊന്നും കരുതി ഇരിക്കരുത്. സൈക്കോളജി, പെഡഗോഗി, പിന്നെ നമ്മുടേതായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഇവയൊക്കെ തന്നെയും സ്കോർ ചെയ്ത് ആ ഒരു കടമ്പ നമുക്ക് മറികടക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും ഓഗസ്റ്റിന് ശേഷം ഡിസംബറിലാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ ജനുവരി 2027 ജനുവരിയിൽ തന്നെ നടക്കും. പിന്നീട് മാർച്ചിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് വൈകിപ്പോവും. അതുകൊണ്ട് നവംബറിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കേട്ടിട്ട് ക്വാളിഫൈഡ് ആയിരിക്കണം. നമുക്ക് അടുത്തൊരു ചാൻസ് എന്നുള്ളത് രണ്ടാമതൊരു ഓപ്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചലഞ്ചർ ആപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആപ്പ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിക്കൊള്ളട്ടെ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നോട്ട്സുകളായിക്കൊള്ളട്ടെ, ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക, കേട്ടിട്ട് നേടിയെടുക്കുക. ഇത് മാത്രമേ പറയാനുള്ളൂ. ഇനി അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരിയിലാണ് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ ഒരു അക്കാദമിക് ഇയറിൽ വെച്ച് നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2027 ഫെബ്രുവരിയിലാണ്. ഏപ്രിൽ പരീക്ഷ നടത്തുന്നു, ജൂണിൽ റിസൾട്ട് വരുന്നു എന്നുള്ള രീതിക്കാണ് നമുക്കിവിടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ, അതായത് ഇനിയൊരു ജാനുവരിയോ അല്ലെങ്കിൽ ഇനിയൊരു ഫെബ്രുവരിയോ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്കിനി മുന്നിലുള്ള കാര്യം. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്? നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ എക്സാം ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ഇനി എപ്പോഴാണ് ഒരു ജനറൽ എക്സാം നടക്കുന്നത് എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു ഇത്രയും നാൾ. ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത നിമിഷം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്. പ്രത്യേകം ക്വസ്റ്റ്യൻ ഒരു പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം മെൻറ്റർഷിപ്പ് ഉണ്ട്. എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട്. അപ്പം സൈക്കോളജി, പെഡഗോഗി പോലെയുള്ള എല്ലാവർക്കും ഒരു ബാലികേറ മലയായിട്ടുള്ള പോർഷൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് വലിയ നമ്മൾ ടെക്സ്റ്റുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പഠിച്ചുകൊണ്ടൊന്നും ഇനി ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30, 40, 50 ദിവസങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ടൊരു ഗെയിം എന്ന പോലെ ചെറിയ ചെറിയ ക്യാപ്സൂളുകളാക്കി പഠിക്കുക, എന്നാൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾക്ക് കേറ്ററ്റ് നേടാനുള്ള ഏറ്റവും വലിയ അവസരമാണ് PSC ചലഞ്ചർ ആപ്പ് നിങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത കേറ്ററ്റ് പാസ്സായവരുടെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരും ഉണ്ടാകും എന്നുള്ള കാര്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന LPUP പരീക്ഷയെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റെന്ത് യോഗ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായി കേറ്ററ്റ് കാറ്റഗറി 1ഉം കേറ്ററ്റ് കാറ്റഗറി 2ഉം ക്വാളിഫൈ ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ LPUP പരീക്ഷയെ സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതിനുവേണ്ടി ചലഞ്ചർ ആപ്പ് തിരഞ്ഞെടുക്കുക. ഉറപ്പായും അടുത്ത വിജയികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനി വരുന്ന എല്ലാ അപ്ഡേഷനുകളും, അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു ജീവിത പ്രശ്നമാണ് ഇനി വരാൻ പോകുന്ന ഒരു കേറ്ററ്റ് പരീക്ഷ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും, എന്നാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട തുടങ്ങുന്ന ദിവസം, അതുപോലെ തന്നെ അവസാന തീയതി, എന്ന് പരീക്ഷ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ LPUP കോഴ്സുകളെ പറ്റിയും അതുപോലെ തന്നെ കേറ്ററ്റ് ബാച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. ഇനിയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.